ധീരജ് വധക്കേസിൽ വിവാദ പരാമർശവുമായി ഇടുക്കി മുൻ DCC പ്രസിഡന്റ് ജോയ് തോമസ്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കൊന്നുകളഞ്ഞ ആളുകളാണ് CPIM. ആ പാപം KSUക്കാരുടെ തലയിൽ കെട്ടിവെച്ചു. ധീരജിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ എന്താണ് സംഭവിച്ചത്? CPI മറുപടി പറയണമെന്നും ജോയ് തോമസ്. CV വർഗീസ് ഇനിയും നന്നാവും എന്നുള്ള യാതൊരു പ്രത്യാശയും നമുക്ക് വേണ്ട. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പണ്ടൊക്കെ ഈ പട്ടികൾ ഓലിയിടുന്ന മാതിരിയുള്ള പ്രവർത്തനങ്ങളാണ് CV വർഗീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും പോയി മുക്രയിടും, എല്ലാ സ്ഥലത്തും പോയി ഒച്ചപ്പാടുണ്ടാക്കും, കോൺഗ്രസ്സുകാരെ തെരുവറിയും, കോൺഗ്രസ്സുകാരെ തന്തയ്ക്ക് വിളിക്കും. ഫ്രാൻസിസ് അറക്കപ്പറമ്പിനെയൊക്കെ പാവം ചെറുപ്പക്കാരനെയൊക്കെ എന്തിനാണ് ഈ തെറി പറയുന്നത് CV വർഗീസ് എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. ഇവിടെയുള്ള കോളേജ് വിദ്യാർത്ഥിയെ കൊന്നുകളഞ്ഞ ആളുകളാണ് ഇവർ. എന്നിട്ട് അതിന്റെ ഭാവഭാരം മുഴുവൻ ഇവിടെ കോൺഗ്രസ് പ്രവർത്തകന്മാരെ, KSU പ്രവർത്തകന്മാരുടെ പേരിൽ അവരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതിന് പുനരന്വേഷിക്കണമെന്ന് KSUവിന്റെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായാൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട, ധീരജിന്റെ വധത്തെ പറ്റി അന്വേഷണം ഉണ്ടാവും. ആർക്കും സംശയം വേണ്ട. ഇത് ആരാണ് ചെയ്തത് എന്നറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. വെറുതെ കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയിൽ ഈ കേസുകളെല്ലാം കെട്ടിവെച്ച് മുമ്പോട്ട് പോകുന്ന നിങ്ങളുടെ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാർ ഭരിക്കുന്ന ഭരണസമിതികളിൽ, സ്ത്രീകൾ ഭരിക്കുന്ന ഭരണസമിതികളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ നേതാക്കന്മാരല്ല, ഏത് കൊടികെട്ടിയും വന്നാലും അവന്റെ കയ്യിൽ ആർക്കും സംശയം വേണ്ട.